അലൈക്കും വറഹ്മത്തുള്ളാഹി. അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സൂറത്തുൽ അംബിയാ കഴിഞ്ഞു. അംബിയാ കഴിഞ്ഞു. എത്രാമത്തെ സൂറത്തായിരുന്നു? 21. ഇനി അടുത്ത നമ്മൾ സൂറത്തുൽ ഹജ്ജ്. ഹജ്ജ് 22. 22-ാം അധ്യായം സൂറത്തുൽ ഹജ്ജാണ് നമ്മൾ ഇന്ന് മുതൽ ആരംഭിക്കുന്നത്. അപ്പോൾ ഇത് ആദ്യം മുതൽ തന്നെ പരിപൂർണമായി പഠിക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ. ഇനി സൂറത്തുൽ ഹജ്ജ് നുസിലത്ത് ബഅദ സൂറത്തുൻ നൂർ. സൂറത്തുൻ നൂറിന് ശേഷം അവതരിച്ച ഒരു അധ്യായമാണ് സൂറത്തുൽ ഹജ്ജ്. തഖഉ സൂറത്തുൽ ഹജ്ജ് ഫിൽ ജുസ്ഇ സാബിഇ അശറ. എത്രാമത്തെ ജുസിലാണ്? 20. എത്രാമത്തെ ജുസില? 17-ാമത്തെ ജുസിലാണ് ഏതുള്ളത്? സൂറത്തുൽ ഹജ്ജ് ഉള്ളത്. തഅതബിറു മിന സൂറത്തിൽ മുഖ്തലിത്തത്ത് ബൈനൽ മക്കി വൽ മദനി. ഈ സൂറത്ത് സാധാരണ നമ്മൾ മക്കിയ മദനിയ എന്നതാണ് അല്ലേ? ഈ സൂറത്തുൽ ഹജ്ജ് ഏതാ? മക്കിയാണോ മദനിയാണോ? ഇത് രണ്ടും അഭിപ്രായങ്ങളാണ്. മക്കയിലും മദീനയിലുമായിട്ട് അവതരിച്ച ഒരു സൂറത്താണ് സൂറത്തുൽ ഹജ്ജ്. അതിൽ കൂടുതലും മദീനയിലാണ്. അപ്പം നമ്മുടെ ഇപ്പോൾ ഖുർആനിലൊക്കെ ചിലപ്പം മദനിയ എന്നായിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അത് കൂടുതൽ ഏതാണോ അതാണ് സാധാരണ പറയൽ. എങ്കിലും പിന്നെ സാധാരണ നമ്മളെ അമാനുവലയുടെ തഫ്സീറിൽ നിങ്ങൾ നോക്കിയാൽ എന്തുണ്ടാവും? മക്കയിലും മദീനയിലുമായിട്ട് അവതരിച്ച ആയത്തുകളായിട്ട് സൂറത്തായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. 22-ാമത്തെ സൂറത്താണ് എന്ന് നമ്മൾ പറഞ്ഞു. അതിലെ ആയത്തുകൾ സമാനിയത്തും വസബഈന ആയ. സമാനിയത്തും വസബഈന ആയ. ആയത്തുകൾ എത്രയാ? 78 ആയത്തുകളാണ് സൂറത്തുൽ ഹജ്ജിലുള്ളത്. ഇനി ഇതിൽ ഈ 78 ആയത്തുകളിൽ സജ്ദയുടെ ആയത്തുകൾ വരുന്നുണ്ട്. സജ്ദയുടെ ആയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? തിലാവത്തിന്റെ സുജൂദ് ചെയ്യേണ്ട ആയത്തുകൾ. അപ്പോൾ ഈ സൂറത്തുൽ ഹജ്ജിലെ 2 സ്ഥലങ്ങളിൽ അത് വരുന്നുണ്ട്. 2 സ്ഥലങ്ങളിൽ സജദയുടെ ആയത്തുകൾ വരുന്നുണ്ട്. അത് ഏതൊക്കെ ആയത്തിലാണോ? അൽ ഊല ഫിൽ ആയത്തി സാമിനത്തി അശറ. ഒന്നാമത്തേത് 18-ാമത്തെ ആയത്തിലും വസാനിയത്തു ഫിൽ ആയത്തി സാബിഅത്തി വസ്സബഈൻ 77-ാമത്തെ ആയത്തിലുമാണ്. 18-ഉം 77-ഉം. ഇപ്പോൾ 18-ാമത്തെയും 77-ാമത്തെയും ആയത്തിൽ എന്ത് വരുന്നുണ്ട്? സജദയുടെ ആയത്തുകൾ വരുന്നുണ്ട്. ഏത് സൂറത്തിൽ? സൂറത്തുൽ ഹജ്ജിൽ. ഇനി ഈ ആയത്തിലെ പ്രധാനമായിട്ട് വരുന്ന ചില ഭാഗങ്ങൾ എന്തിനെയൊക്കെ കുറിച്ചാണ് ഈ സൂറത്ത് ചർച്ച ചെയ്യുന്നത്? ഇഷ്തമലത്ത് അലാ കസീരി മിനൽ അഹ്കാം. അഹ്കാമുകളുണ്ട്. അഹ്കാം എന്താ? നിയമങ്ങൾ. നമുക്കൊരു പ്രൊജക്ടറും കൂടി ഉണ്ടെങ്കിൽ ഇതൊക്കെ അങ്ങോട്ട് കാണിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അപ്പം അഹ്കാമുകളുണ്ട്. പിന്നെന്താണ്? കൽ ഹദീസി അൻ ശആഇരിൽ ഹജ്ജ്. എന്തിനേക്കാ? ശആഇറുൽ ഹജ്ജ്. ഹജ്ജിൻ്റെ
ഹജ്ജിൻ്റെ നിയമങ്ങൾ, ഹജ്ജുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അതേപോലെ വൽ ഇദ്നു ബിൽ ജിഹാദി വൽ ഖിതാലി ഫീ സബീലില്ലാ, ജിഹാദിനും യുദ്ധത്തിനും ഉള്ള അനുവാദം. അതായത് ആദ്യമായി പിന്നെ പ്രതിരോധിക്കാൻ അല്ലെ, മക്കയിൽ വെച്ചിട്ട് എന്തായിരുന്നു, മക്കയിൽ വെച്ച് അവിടെ എന്ത് പീഡനങ്ങളും പ്രയാസങ്ങളും ഏറ്റാലും അവിടെ വെച്ച് ക്ഷമ പാലിക്കാനാണ്, ക്ഷമിക്കാനാണ് പറഞ്ഞത്. അതുകൊണ്ടാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എവിടേക്ക് പോയത്, മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോയത്. എന്നാൽ പിന്നെ മദീനയിൽ വന്നതിന് ശേഷമാണ് ഈ ആയത്തുകൾ അവതരിക്കുന്നത്. ഈ ഏതായത്ത്, അൽ ഇദ്നു അൽ ജിഹാദ് വൽ ഖിതാല്, ജിഹാദിനും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരങ്ങൾക്കും യുദ്ധത്തിനുമൊക്കെയുള്ള അനുവാദം നൽകപ്പെടുന്നത് ഏത് ആയത്തിലൂടെയാണ്? ഈ സൂറത്തുൽ ഹജ്ജിലെ ആയത്തുകളിലൂടെയാണ്. ഇനി അതേപോലെ മറ്റ് സൂറത്തുകളിലെ പോലെ തന്നെ പ്രധാനമായ എല്ലാ സൂറത്തിലും അള്ളാഹു ചർച്ച ചെയ്യുന്ന വിഷയങ്ങളുണ്ട്. ഇപ്പോൾ സൂറത്തുൽ അംബിയായിൽ ചർച്ച ചെയ്തതുപോലെ ഏതൊക്കെയാണത്? വിശ്വാസപരമായ മസ്അലകൾ, വിശ്വാസപരമായ കാര്യങ്ങൾ, അതേപോലെ തൗഹീദ്, അതേപോലെ അദൃശ്യമായ അഭൗതികമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗ നരക, അതുമായി ബന്ധപ്പെട്ട പല വാർത്തകളെക്കുറിച്ചും പറയുന്നു. അതേപോലെ മിസുൽ ബഅസി വൽ ജസാഇ വഅഹ്വാലി യൗമിൽ ഖിയാമ, ബഅസ് എന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേൽപ്പ്, അതേപോലെ വൽ ജസാ, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം നൽകൽ, വഅഹ്വാൽ യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ അതിൻ്റെ അവസ്ഥകൾ, ഇതെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. ബഅസ് എന്ന് പറഞ്ഞാൽ ബഅസ് എന്താ? ആവർത്തിച്ച് വരുന്ന വേടാണ്ട്, അത് നമ്മൾ പഠിച്ചിരിക്കണം. ബഅസ് എന്താ? ഉയർത്തെഴുന്നേൽപ്പ്. പിന്നെ ജസാ, ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, സമ്മാനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ ജസാ, അള്ളാഹു നൽകുന്ന ജസാ എന്തായിരിക്കും? അള്ളാഹു നൽകുന്ന ജസാ നന്മ ചെയ്തവർക്ക് സ്വർഗവും തിന്മ ചെയ്തവർക്ക് നരകവും, രണ്ടും ജസാ തന്നെയാണ് കേട്ടോ. സ്വർഗമാണെങ്കിലും നരകമാണെങ്കിലും അതെന്താണ്? പ്രതിഫലം അല്ലേ? ഒരാൾ ചെയ്തതിന് പകരമായി ലഭിക്കുന്ന പ്രത്യുപകാരം, അല്ലെങ്കിൽ അതിന് പകരമായി കിട്ടുന്നത്, ആ സമ്മാനം, അത് നല്ലതാകാം ചീത്തയാകാം. അപ്പം അതുമായി ബന്ധപ്പെട്ട കാര്യമുണ്ട്. അതേപോലെ അഹ്വാൽ യൗമിൽ ഖിയാമ, അഹ്വാൽ യൗമിൽ ഖിയാമ, അഹ്വാൽ എന്ന് പറഞ്ഞാൽ എന്താ? ഖിയാമത്ത് നാളിലെ ഭയാനകമായ അവസ്ഥകൾ, അതിനാണ് അഹ്വാല്. ഹൗല് എന്ന് പറഞ്ഞാൽ എന്താ? ഭയം. ഹൗലെന്ന് പറഞ്ഞാൽ ഭയം. അപ്പൊ അഹ്വാല് യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഭയാനകമായ അവസ്ഥകളെക്കുറിച്ചും ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നുണ്ട്. ഇനി പിന്നെ സൂറത്തുൽ ഹജ്ജ് എന്നുള്ളത് നമ്മൾ നേരത്തെ പഠിച്ച സൂറത്തുൽ അംബിയാവുമായി അത് അവസാനിക്കുന്ന ഒരു ഭാഗമുണ്ട്. അത് അവസാനിക്കുന്ന ഭാഗത്തിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് സൂറത്തുൽ ഹജ്ജ് ആരംഭിക്കുന്നത്. അപ്പോൾ സൂറത്തുൽ അംബിയ അവസാനിക്കുന്നത് എന്താ? പരലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ്. അതേപോലെ സൂറത്തുൽ ഹജ്ജും അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ആദിഹിൽ ബിദായത്തും ആ നിഹായത്തി സൂറത്തിൽ അംബിയ ഇല്ലത്തി ഖബിലഹ, ഇതിൻ്റെ തുടക്കം അഥവാ സൂറത്തുൽ ഹജ്ജിൻ്റെ തുടക്കം സൂറത്തുൽ അംബിയായിൻ്റെ അവസാനവുമായി ചേർത്തി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി അതേപോലെ സൂറത്തുൽ അംബിയായിൽ ചർച്ച ചെയ്ത വിഷയങ്ങൾ, അതിൽ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങളുണ്ടെന്ന് ബദിഉ ഖൽഖി സമാവാതി വൽ അർള്. എന്തൊക്കെയായിരുന്നു സൂറത്തുൽ അംബിയായിൽ ചർച്ച ചെയ്തത്? ബദിഉ ഖൽഖി സമാവാതി വൽ അർള്, ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു എന്നല്ല, ആകാശങ്ങളും ഭൂമിയും ബദിഉ സമാവാതി വൽ അർള്, അതെന്ത് ചെയ്തു? പുതുതായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ മുമ്പുണ്ടായിരുന്നില്ലല്ലോ, അതിൻ്റെ ഒരു മാതൃക ഒന്നും ഇല്ലാതെ സൃഷ്ടിക്കുന്നവൻ, അതാണ് ബദിഉ. അപ്പം അങ്ങനെ മുൻ മാതൃകകളൊന്നും ഇല്ലാത്ത നിലയിൽ നിന്ന് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചു.
ഇനി മറാഹിലു ഖൽഖിൽ ഇൻസാൻ, പിന്നെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ കുറേ ഘട്ടങ്ങളെക്കുറിച്ച് അല്ലേ, മനുഷ്യനെ സൃഷ്ടി അതിൻ്റെ ആരംഭം, തുടക്കം, രീതി, അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു. അതേപോലെ ഇസ്ബാത്തു ഖുദ്റത്തില്ല, അള്ളാഹുവിൻ്റെ കഴിവുകളെക്കുറിച്ച് പറഞ്ഞു. ഇത് കഴിഞ്ഞു പോയതുകൊണ്ട് ഞാൻ വേഗം പറഞ്ഞു പോവാണ് കേട്ടോ. കമാ അന്നഹ ദലീലുൻ അലാ വഹ്ദാനിയത്തില്ലാഹി സുബ്ഹാനഹു വ തഫറുദിഹി ബിൽ ഖൽഖി വൽ ഇഹ്യാഇ. അതേപോലെ അള്ളാഹുവിൻ്റെ ഏകത്വം, സൃഷ്ടിപ്പ്, ജീവിപ്പിക്കുക, മരിപ്പിക്കുക, അവൻ ഏകനാണ് എന്നതിൻ്റെ തെളിവുകളെല്ലാം ഈ സൂറത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? വിശദീകരിക്കുന്നു. അംബിയായിൽ പറഞ്ഞതുപോലെ ഈ സൂറത്തിലും അത് വിശദീകരിക്കുന്നുണ്ട്. ഇനി അതേപോലെ സൂറത്തുൽ അംബിയാ, ദഅവത്തുൽ അംബിയാഇ വ റസൂലി അലൈഹിസ്സലാം, പ്രവാചകന്മാരുടെ പ്രബോധനവും പിന്നെ റസൂലുകളുടെ അവരെ അയച്ചതിനെക്കുറിച്ചും ഒക്കെയുള്ള പ്രബോധനത്തിൻ്റെ കുറേ ഘട്ടങ്ങളായിരുന്നു അതിൽ പറഞ്ഞത്. ആ കൂട്ടത്തിൽ ബയാനി ദഅവത്തിഹിം ഇലാ തൗഹീദില്ല, അള്ളാഹുവിൻ്റെ തൗഹീദിലേക്ക് അവരെ ക്ഷണിക്കുന്നു. വ ഇബാദത്തിഹി വഹ്ദഹു, അവനെ മാത്രം ആരാധിക്കുന്നതിലേക്കും, വ അദിമിൽ ഇഷ്റാഖി ബിഹി, അള്ളാഹുവിൽ പങ്കു ചേർക്കരുത് എന്ന വിഷയത്തെക്കുറിച്ചൊക്കെ ആ സൂറത്തുൽ അംബിയായിൽ വിശദീകരിച്ചിട്ടുണ്ട്. വ ബയാനി ജസാഇ മല്ലം യസ്തജിബ് ലിദാലിക, അതിന് ഉത്തരം നൽകാത്ത ആളുകൾക്ക്, ഈ പറഞ്ഞ പ്രവാചകന്മാർക്ക് ഉത്തരം നൽകാത്ത ആളുകൾക്കൊക്കെ അള്ളാഹുവിൻ്റെ ശിക്ഷ വന്നെത്തും എന്ന താക്കീത് സൂറത്തുൽ അംബിയായിൽ പറഞ്ഞു. ഇനി തനാസബത്ത് സൂറത്തുൽ ഹജ്ജ് മഅ സൂറത്തില്ലത്തി ബഅദഹ വഹിയ സൂറത്തുൽ മുഅ്മിനൂൻ. അപ്പോൾ സൂറത്തുൽ അംബിയായിന് ശേഷം സൂറത്തുൽ ഹജ്ജിലും ഇതേ കാര്യങ്ങൾ അള്ളാഹു എന്ത് ചെയ്യുന്നുണ്ട്? ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനുശേഷമുള്ള സൂറത്തുൽ മുഅ്മിനൂൻ 23ാമത്തെ സൂറത്ത് ഏതാ? സൂറത്തുൽ മുഅ്മിനൂൻ. 21 അംബിയാ, 22 ഹജ്ജ്, 23 മുഅ്മിനൂൻ. ഈ ഹജ്ജിൽ പറഞ്ഞ് വരുന്നതിൻ്റെ അടുത്ത ഭാഗമായിട്ട് സൂറത്തുൽ മുഅ്മിനൂനിലും ചില കാര്യങ്ങൾ അള്ളാഹു സൂചിപ്പിക്കുന്നു. അപ്പോൾ ഈ സൂറത്തുകൾ തമ്മിലുള്ള ഒരു ബന്ധം പറഞ്ഞതാണ്. അപ്പോൾ സൂറത്തുൽ അംബിയാ, സൂറത്തുൽ ഹജ്ജ്, സൂറത്തുൽ മുഅ്മിനൂൻ, ഇവ തമ്മിൽ അതിൻ്റെ ലക്ഷ്യങ്ങൾ. മുഅ്മിനൂനിലും എന്ത് പറയുന്നുണ്ട്? പ്രവാചകന്മാരെക്കുറിച്ച്, അവരെ അയച്ചതിനെക്കുറിച്ച്, നൂഹ് നബീനെക്കുറിച്ച്, അതേപോലെ പല പ്രവാചകന്മാരെയും അയച്ചു, അവരുടെ സമുദായത്തെ നശിപ്പിച്ചതിനെക്കുറിച്ചൊക്കെ മുഅ്മിനൂനിലും വരുന്നുണ്ട്. അപ്പോൾ ഈ അധ്യായങ്ങൾ തമ്മിൽ പല നിലക്കും ബന്ധങ്ങളുണ്ട് എന്നാണ് പറഞ്ഞതിൻ്റെ ആശയം. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഇത് മക്കിയാണോ മദനിയാണോ എന്ന് പറഞ്ഞു. ഈ സൂറത്തിലെ 52 മുതൽ 55 വരെയുള്ള ആയത്തുകൾ, നമ്മുടെ ഈ ഇതിൻ്റെ കയ്യിലുള്ള ആളുകളുടെ കയ്യിൽ അത് എഴുതിയിട്ടുണ്ടാവും, ആ ബുക്കിലുള്ള കാര്യമാണ്. 52 മുതൽ 52 മുതൽ 5 വരെ, 55 വരെ എവിടെയാണ് അവതരിച്ചത്? മക്കയിൽ. 52 മുതൽ 55 വരെ മക്കയുടെയും മദീനയുടെയും ഇടക്ക്. പത്തൊമ്പത് മുതൽ 24 വരെയുള്ള വചനങ്ങൾ ഒഴിച്ച് ബാക്കി മദീനയിൽ അവതരിച്ചതാണെന്നും അഭിപ്രായമുണ്ട്. 19 മുതൽ 24 ഒഴികെയുള്ള ആയത്തുകൾ മദീനയിൽ. അപ്പോൾ ഇതാണ് അഭിപ്രായ വ്യത്യാസം, മക്കയാണോ മദീനയാണോ എന്നതിൽ ചെറിയ 2 അഭിപ്രായങ്ങൾ വരാനുള്ള കാരണം എന്താ? ഒന്ന്, 52 മുതൽ 55 വരെയുള്ള ആയത്തുകൾ മക്കയുടെയും മദീനയുടെയും ഇടയിൽ വെച്ചിട്ടാണ്, ഇടയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടാണ് അവതരിച്ചത് എന്ന അഭിപ്രായമുണ്ട്. ഇനി അതല്ല, 19 മുതൽ 24 വരെയുള്ളത് മക്കയിലും ബാക്കിയുള്ളതൊക്കെ മദീനയിലും ആണ് അവതരിച്ചത് എന്ന അഭിപ്രായമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലും എവിടെയാണ്? കൂടുതലും മദീനയിലാണ്. ആ നിലയിൽ മദനി സൂറത്തുകളിലാണ് ഇതിനെന്ത് ചെയ്യുക? മക്കയിൽ അവതരിച്ച സൂറത്തിൻ്റെ എണ്ണവും മദീനയിൽ അവതരിച്ച സൂറത്തിൻ്റെ എണ്ണവും നോക്കുമ്പോൾ ഇതിനെ ഏതിലാണ് എണ്ണാറ്? മദീനയിലാണ്. ഇനി നമ്മൾ പരീക്ഷയ്ക്കൊക്കെ ഇനി ചോയ്സ് ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മക്ക, മദീന ഈ 2 സ്ഥലത്തും കൂടി അവതരിച്ചത് എന്ന ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ ഏത് സെലക്ട് ചെയ്യണം? 2ഉം സെലക്ട് ചെയ്യണം, 2ഉം കൂടി ഉള്ളത്. ഇനി അതില്ല, മക്ക, മദീന, ഇനി വേറെ എന്തെങ്കിലുമാണ് സെപ്പറേറ്റ്, അത് പിന്നെ 2 മക്കയിലും മദീനയിലുമായി അവതരിച്ചെന്ന ഓപ്ഷൻ ഇല്ലെങ്കിൽ ഏത് സെലക്ട് ചെയ്യണം? മദീന. അല്ലെങ്കിൽ
വേറെ ഈ ചോദ്യം പല രൂപത്തിൽ. സൂറത്തുൽ ഹജ്ജിലെ കൂടുതൽ ആയത്തുകളും അവതരിച്ചത് എവിടെ? എന്നിട്ട് താഴെ മക്ക, മദീന, മക്കയിലും മദീനയിലും അങ്ങനെയും കൊടുക്കും. അപ്പോൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് രണ്ട് സ്ഥലത്തു കൂടി അവതരിച്ചാണല്ലോ. പക്ഷെ കുറച്ച് ആയത്തുകൾ മാത്രമേ എവിടെ അവതരിച്ചിട്ടുള്ളൂ? മക്കയിൽ വെച്ച് അവതരിച്ചിട്ടുള്ളൂ. അതായത് ഇതിൻ്റെ തുടക്കം ഇപ്പം പറഞ്ഞില്ലേ, ജിഹാദിന് അനുവാദം കിട്ടിയത് മദീനയിൽ പോയതിന് ശേഷമാണല്ലോ. അപ്പം പിന്നെ ആ സമയത്താണ് ആ അധ്യായം അവതരിച്ചിട്ടുള്ളത്. സൂറത്തുൽ ഹജ്ജ് അവതരിച്ചിട്ടുള്ളത് അതിനോട് അടുത്ത സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഹിജ്റ പോകുന്നതിൻ്റെയൊക്കെ ആ സമയത്തൊക്കെ ഇറങ്ങിയ ആയത്തുകളും ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർ മദീനയിൽ എത്തിയിട്ടില്ല. നമ്മൾ സാധാരണ മക്ക, മദീന എന്ന് വേർതിരിക്കുന്നത് എങ്ങനെയാണ്? ഹിജ്റക്ക് മുമ്പും ഹിജ്റക്ക് ശേഷവും. അപ്പോൾ ഇതിൻ്റെ ഈ ഹിജ്റയുടെ ഒരു സമയമുണ്ട്, ഹിജ്റയുടെ സമയം. അപ്പോൾ അവർ മദീനയിൽ എത്തുന്നതിന് മുമ്പ് ഒക്കെയുള്ള ചില കുറഞ്ഞ സമയങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ സ്വഹാബിമാർ ആദ്യം ഹിജ്റ പോയ സമയമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു ആണ് ഏറ്റവും ലാസ്റ്റ് ഹിജ്റ പോകുന്നത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിലുള്ള സാഹചര്യങ്ങളിലൊക്കെ അവതരിച്ച ആയത്തുകൾ എന്ന നിലയിലാണ് ഈ പറഞ്ഞ മക്കയുടെയും മദീനയുടെയും ഇടയിൽ വെച്ച് അവതരിച്ച ആയത്തുകൾ ഉണ്ടാകാനുള്ള സാഹചര്യം. അപ്പോൾ അതുകൂടി നമ്മൾ മനസ്സിലാക്കുക. അപ്പം പിന്നെ ഈ സൂറത്തുകളുടെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഇനി മിക്കവാറും വചനങ്ങൾ മദനിയും ബാക്കി മക്കിയുമാണെന്ന് പറയുന്നതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. ഇതിലെ ആയത്തുകൾ 78 ആയത്തുകളാണ്. ഇനി ഈ സൂറത്തിലെ പ്രധാന വിഷയങ്ങൾ, നമ്മൾ കുറേ വിഷയങ്ങൾ പറഞ്ഞു. ഇതിലെ പ്രധാന വിഷയങ്ങൾ 3 പ്രധാന വിഷയങ്ങളാണ് സൂറത്തുൽ ഹജ്ജിൽ. ഒന്ന്, ഒന്നെന്താണ്? മരണാനന്തര ജീവിതം. രണ്ട്, ഹജ്ജ്, മസ്ജിദുൽ ഹറം, അതിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ. 3, യുദ്ധം, അക്രമകാരികളുടെ നാശം, സൃഷ്ടാവിൻ്റെ അസ്തിത്വം. നാലെന്താ? അപ്പൊ ഇത് 3 പ്രധാനപ്പെട്ട സൂറത്തുൽ ഹജ്ജിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, പ്രതിപാദ്യ വിഷയങ്ങൾ ഏതാന്ന് ചോദിച്ചാൽ, ഒന്ന് മരണാനന്തര ജീവിതം അഥവാ മരണത്തിന് ശേഷം, മരണം മുതൽ പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദീകരണം. 2, ഹജ്ജിനെ സംബന്ധിച്ച്. സൂറത്തിൻ്റെ പേരെന്താ? ഹജ്ജ് എന്നാണ്. എന്തുകൊണ്ട് ആ പേര് വരാൻ കാരണം? ആ അധ്യായത്തിൽ ഹജ്ജിനെ കുറിച്ച് പരാമർശിക്കുന്നതുകൊണ്ടാണ്. അപ്പം ഹജ്ജും മസ്ജിദുൽ ഹറം ഏതാ? മസ്ജിദുൽ ഹറം എന്ന് പറയുന്നത് ആ കഅബ ഉൾപ്പെടുന്ന ആ ഭാഗം, ആ പള്ളിയും അതിൻ്റെ പരിസര പ്രദേശങ്ങൾക്കെല്ലാം എന്തു പറയും? ഹറം എന്നാണ് പറയുക. അപ്പം ആ മസ്ജിദുൽ ഹറമുമായി ബന്ധപ്പെട്ട കുറേ മര്യാദകളുണ്ട്, അവിടെ പാലിക്കേണ്ട കാര്യങ്ങളും ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. പിന്നെ 3ാമത്തെ വിഷയത്തിൽ കുറേ കാര്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലൊന്ന് യുദ്ധം, അക്രമകാരികളുടെ നാശം, സൃഷ്ടാവിൻ്റെ അസ്തിത്വം എന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദ്, മറ്റു കാര്യങ്ങൾ, അള്ളാഹിൻ്റെ കഴിവ്, അള്ളാഹു ഉണ്ട് എന്ന് സ്ഥാപിക്കൽ, സൃഷ്ടാവിൻ്റെ അത്ഭുതങ്ങൾ, അതൊക്കെ സൃഷ്ടാവിൻ്റെ അസ്തിത്വം. ഇനി വിഗ്രഹാദി ദൈവങ്ങളുടെ ദുർബലത എന്ന് പറഞ്ഞാൽ പിന്നെ അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന ആരാധ്യന്മാരുടെ
അവർക്ക് ഒന്നിനും കഴിയില്ല എന്നുള്ള കാര്യങ്ങൾ സ്ഥാപിക്കുന്നത്. ഇതെല്ലാം എവിടെയും പറഞ്ഞിട്ടുണ്ട്? സൂറത്തുൽ ഹജ്ജിലും സൂറത്തുൽ അംബിയായിലും പറഞ്ഞ വിഷയങ്ങളാണ്. അത് ഒന്നും കൂടി വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. കാരണം എന്താ? ഇതും എല്ലാ സൂറത്തുകളിലും വരാം. മരണാനന്തര ജീവിതവും സൃഷ്ടാവിൻ്റെ അസ്തിത്വവും ഏത് സൂറത്തിലും വരാം. എന്താ കാരണം? എന്താ കാരണം? അതെ, എന്തുകൊണ്ടാണ് ഇതിപ്പോ ഇതില് ആവർത്തിച്ചു എന്തുകൊണ്ടാ? ഓക്കെ, അത് ആവർത്തിക്കാനുള്ള കാരണം എന്തുകൊണ്ടാണ്? അത് പ്രധാന വിഷയം നമ്മൾ പറയുന്നത് അതെന്താണ്? ഇസ്ലാമിക വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്തൊക്കെയാണ്? തൗഹീദ്, ആഖിറത്ത്, റിസാലത്താണ്. അത് എന്ത് ചെയ്യും? ഇത് ഏത് സൂറത്തിലും വരും. തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. ഇത് മൂന്നും ഉൾക്കൊള്ളുന്നതാണ് ഖുർആൻ. ഖുർആനിൽ എന്താ ഉൾക്കൊള്ളുന്നതെന്ന് ചോദിച്ചാൽ ഒറ്റവാക്യം പറയാൻ പറ്റുന്ന സംഗതി ആയത് എന്താണ്? അള്ളാഹു ഖുർആനിലൂടെ നമ്മളോട് പറയുന്നതെന്ന് ചോദിച്ചാൽ തൗഹീദ്, ആഖിറത്ത്, റിസാലത്ത്. തൗഹീദ് എല്ലാ സൂറത്തിലും വരും. അള്ളാഹു മാത്രം, അവൻ ഏകനാണ്, പങ്കുകാരില്ല, അതൊക്കെ വരുന്ന വിഭാഗമാണ് തൗഹീദ്. ആഖിറത്താണ് മരണത്തിന് ശേഷം ഉള്ള ജീവിതം, സ്വർഗം, നരകം, രക്ഷ, ശിക്ഷ, അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ. റിസാലത്താണ് പ്രവാചകന്മാരെ അയച്ചതും അവർ ജനങ്ങളോട് പറഞ്ഞതും, അപ്പോൾ അവർ സ്വീകരിച്ചത്, സ്വീകരിക്കാത്തത്, അവരുടെ പ്രാർത്ഥനകൾ, അവരുടെ നിലപാടുകൾ, അവരുടെ മാതൃകകൾ, ഇതല്ലാത്ത വേറെ എന്തെങ്കിലും ഉണ്ടോ ഖുർആനിൽ? ഈ മൂന്നിൽ പെടാത്ത ഒന്നും ഖുർആനിലില്ല. കഥയാണെങ്കിലും ഗുണപാഠങ്ങളാണെങ്കിലും ചരിത്രങ്ങളാണെങ്കിലും താക്കീതുകളാണെങ്കിലും സന്തോഷ വാർത്തയാണെങ്കിലും എല്ലാം എന്തിലായിരിക്കും? ഈ മൂന്ന് കാര്യത്തിൽ ഒതുങ്ങി നിൽക്കുന്നതാണ്. ഇതിൻ്റെയൊക്കെ കീ പോയിന്റുകളാണ് ബാക്കി വിഷയമൊക്കെ അല്ലേ. ഇപ്പോൾ ഈ ഹജ്ജും മസ്ജിദുൽ ഹറം അതൊക്കെ എന്തിലാ പെടുക? എന്തിലാ പെടുക? ഇതിലും പെടുത്താല്ലേ? അതൊക്കെ ഈ റിസാലത്തിലും തൗഹീദിലും ബന്ധമുള്ള കാര്യങ്ങൾ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ തൗഹീദിൻ്റെ അള്ളാഹുവിന് മാത്രം ഉള്ള എല്ലാവരും, ലോകത്തെ സർവ്വ മനുഷ്യരും അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, അവന് മുമ്പിൽ മാത്രം വണങ്ങുന്ന, കീഴൊതുങ്ങുന്ന അങ്ങനെ ഒരു സുന്ദരമായ കാഴ്ച. ലോകത്തിൻ്റെ വ്യത്യസ്ത കോണുകളിലുള്ള മനുഷ്യരാണ്. ഭാഷ വേറെയാണ്, രാജ്യം വേറെയാണ്, എല്ലാം വേറെ. പക്ഷെ എല്ലാവരും ഒരേ സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? സംഗമിക്കുന്നു. ഒരേ കർമ്മങ്ങളാണ് എല്ലാവരും ചെയ്യുന്നത് അല്ലേ. ഒരു നാട്ടുകാർക്ക് ഇത് അങ്ങനെയല്ല. ചെയ്യണ കർമ്മമെല്ലാം എന്ത് തന്നെയാണ്? ഒരേ കർമ്മങ്ങളാണ്. അപ്പോൾ അതൊക്കെ ഒരു തൗഹീദിൻ്റെ ഒരു സുന്ദരമായ രൂപം നമുക്ക് കിട്ടുന്ന കാര്യങ്ങളാണ്. അതേപോലെ മസ്ജിദുൽ ഹറം, അതെന്താണ്? ആ കഅബ, അവിടേക്ക് തിരിഞ്ഞ് നമ്മൾ നമസ്കരിക്കുന്നത്, ഇതെല്ലാം എന്തിലാണ്? അള്ളാഹുവിനുള്ള ആരാധനകൾ ചെയ്യുന്നതിൻ്റെ ചില രീതികളാണ് അവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഏത് നോക്കിയാലും ഈ മൂന്ന് വിഷയം നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഇതിങ്ങനെ ആവർത്തിച്ച് വരുന്നത്. ഓക്കെ, അതൊക്കെ ഈ പറഞ്ഞ ഹറമൈനി എന്ന് നമ്മൾ പറയുന്നത് മക്കയും മദീനയും ഉദ്ദേശിച്ചാണ്. മസ്ജിദുൽ ഹറം എന്ന് പറയുമ്പോൾ അത് ഇതാണ്, കഅബാലയത്തെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഹറമൈനി, ഷെരീഫൈനി എന്നാണ് സാധാരണ പറയില്ല, അതായത് മക്കയും മദീനയും. ഇതിൻ്റെ ഒരു ആമുഖം മാത്രമാണ് സൂചിപ്പിച്ചത്. പിന്നെ നമ്മൾ സൂറത്തിലേക്ക് പ്രവേശിച്ചാൽ അതിലെ ഒന്നാമത്തെ ആയത്ത് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഞാനത് എഴുതണ്ട. ഒന്നാമത്തെ ആയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
യാ അയ്യുഹന്നാസുത്തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅതി ശൈഉൻ അദീം. ഒരു ആയത്തെ ഞാൻ തൽക്കാലം ഇന്ന് പറയുന്നുള്ളൂ, കാരണം അതിൽ തന്നെ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഇതൊക്കെ വായിച്ചേക്കട്ടെ കേട്ടല്ലോ. തുടക്കം എന്താണ് ആയത്തിന്റെ? യാ. അവിടെ എന്താണ്? ഒരു മദ് ഉണ്ട് അല്ലേ? യാ. അവിടെ എന്തുണ്ട്? മദ് ഉണ്ട്. ആ മദ് വന്നാൽ എന്ത് ചെയ്യണം? സാധാരണയിലധികം നീട്ടണം. നീട്ടണം എന്ന് പറഞ്ഞാൽ പോരാ, സാധാരണയിലധികം നീട്ടണം. ഏത് മദ് വന്നാൽ? അസ്ലിയായ മദ്, ഫറഇയായ മദ്. രണ്ട് മദ്ദുകൾ, രണ്ടിനം ഉണ്ട് കേട്ടോ. മദ് രണ്ടിനമാണ്. മദ് രണ്ടിനമല്ല, പ്രധാനമായിട്ട് രണ്ടാണ്. അതിലൊന്ന് അസ്ലി, രണ്ട് ഫറഇ. മനസ്സിലായി? മദ് രണ്ടിനം ഏതൊക്കെയാണ്? അസ്ലിയും ഫറഇയും. ഇനി അസ്ലി ഏതാണ്, ഫറഇ ഏതാണെന്ന് പറയുമ്പം കുറേ ഇനങ്ങൾ വരും. മനസ്സിലായോ? മദ് എത്ര ഇനമുണ്ട്? രണ്ട്. ഏതൊക്കെയാണ്? അസ്ലി, ഫറഇ. ഇനി അസ്ലി ഏതാണ്? അസ്ലി ഏതാന്ന് വെച്ചാൽ നമ്മൾ സാധാരണ മദ്ദക്ഷരങ്ങൾ വരുന്നതൊക്കെ എന്താണ്? അസ്ലിയാണ്. മദ്ദക്ഷരങ്ങൾ ഏതൊക്കെയാ? അലിഫ്, വാവ്, യാ. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? അല്ല, മദ്ദക്ഷരങ്ങൾ എന്ന് പറയാ. ഇതിനെയാണ് മദ്ദക്ഷരം എന്ന് പറയുക. അതായത് ഒരു അക്ഷരത്തിന് ശേഷം അലിഫോ വാവോ യാവോ വന്നാൽ അതിനെ നീട്ടി ഉച്ചരിക്കണം. ഇപ്പൊ നമ്മൾ അലിഫ്, ഇപ്പൊ വാവ് എഴുതി, ഒരു അലിഫ് ഇട്ടാൽ എന്ത് വായിക്കും? എങ്ങനെ വായിക്കും? വാന്ന് വായിക്കരുത്. അത് വ്യത്യാസമുണ്ട്. ഇത് വരുമ്പോഴേ അത് മനസ്സിലാവുള്ളൂ. ഇങ്ങനെ എഴുതിയാൽ എന്ത് വായിക്കുക? വാ വേണ്ട. അങ്ങനെ വാ, അത് തെറ്റാണ്. ഇങ്ങനെ എഴുതിയാൽ എന്ത് വായിക്കുക? വാ. അതായത് ഇത് വാ. ഇപ്പൊ നിങ്ങൾ 1ാം ക്ലാസ് പഠിപ്പിക്കാന്ന് വിചാരിക്കരുത്. ഇത് വാ, ഇത്രേ ഉള്ളൂ. അത് ചെറിയ, അതിനാണ് അസ്ലിയായ നീട്ട്. അതായത് ഇപ്പോൾ നമ്മൾ മലയാളം പറയുമ്പോൾ ചില ആളുകൾ ഈ ജില്ല അടിസ്ഥാനത്തിൽ ചില സ്ലാങ് പറയില്ലേ. അപ്പം ഞാൻ കുറച്ചാൾ ജാമ്യയിൽ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങളങ്ങനെ കളിയാക്കായിരുന്നു. പൈസ ഇല്ല എന്ന് പറയാം. പൈസ ഇല്ല. അവർ പറയണത് എങ്ങനെയാ? പൈസ ഇല്ല. നമ്മൾ ഈ ഭാഗത്തുള്ളവർ എൻ്റെ പൈസ ഇല്ല, ഒരു സാക്ക് ഒരു. പക്ഷെ നമുക്ക് മനസ്സിലാവില്ല അത്. അവർ കേൾക്കുമ്പോൾ എങ്ങനെയാ? പൈസ ഇല്ല. ആ സാ കുറച്ച് നീട്ടിയാണ് പറയുന്നത് എന്ന രൂപത്തിൽ അവരിങ്ങനെ പറയും. അവർ കുറച്ചുകൂടെ നീട്ടും. കളിയാക്കുമ്പോൾ അങ്ങനെ ആയിരിക്കുമല്ലോ. നമ്മൾ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ അവർ പൈസ ഇല്ല അങ്ങനെ പറയും. അപ്പോൾ അതൊരു ചെറിയ നീട്ടത്തിൻ്റെ ദീർഘം ഇങ്ങനെ കൂടി പറയുന്നത്. അത് സംസാരത്തിൽ പോലും ചിലരുടെ ഇതനുസരിച്ച് മാറും. അതേപോലെ പിന്നെ ഇത് നമ്മൾ നീട്ടുമ്പോൾ അതിനെന്തുണ്ട്? ഒരളവുണ്ട് അല്ലേ? ഇപ്പം ഏതാണ്? ഇപ്പം ആമീൻ പറയുമ്പോൾ എങ്ങനെ നമ്മൾ പറയാം നിസ്കാരത്തിൽ? ആമീൻ അങ്ങനെ പറയല്? നിങ്ങൾ കേട്ടില്ലേ? ചിലപ്പോൾ ചിലപ്പോൾ ഇമാമ് പറഞ്ഞ് തീർന്നിട്ടുണ്ടാവും, മഅ്മൂമ് പറഞ്ഞ് തീർന്നിട്ടുണ്ടാവില്ല. ചിലപ്പോൾ മഅ്മൂമ് പറഞ്ഞ് തീർന്നിട്ടുണ്ടാവും, ഇമാമ് തീർന്നിട്ടുണ്ടാവില്ല. അപ്പം അതൊക്കെ വ്യത്യാസം വരുന്നത് എവിടെയാണ്? ഈ മദ്ദിൻ്റെ ചില പ്രായോഗിക രീതിയിൽ വരുന്ന വ്യത്യാസങ്ങളാണ്. ചിലർ ഈ പറഞ്ഞ പോലെ ആമീൻ എന്ന് പറയും, ചിലർ ആമീൻ എന്ന് പറയും. അങ്ങനെ
അതിൽ ഈ പറഞ്ഞ മദ്ദിൻ്റെ നിയമം അനുസരിച്ച് വ്യത്യാസങ്ങളുണ്ട്. അതിൽ അല്ല, അതായത് ഒന്ന് ആ എന്നുള്ളതിനെ കുറച്ച് നീട്ടിയാൽ മദീന്നാണ്. ആമീൻ അത്രേ ഉള്ളൂ. ആ ഒരുപാട് നീട്ടാനുള്ള മദ്ദല്ല അവിടെ. അവിടെ അസ്ലിയായ മദ്ദേ ഉള്ളൂ എന്നാണ്. അസ്ലിയായ മദ് ഞാനീ പറഞ്ഞതാ ആ എന്നേ ഉള്ളൂ. ആന്ന് ഇല്ല. ഇനി മീൻ്റെ അവിടെ ഉണ്ട്. ആ മീൻ എന്നവിടെ നമ്മൾ നീട്ടാം. കാരണം അത് പിന്നെ നമ്മൾ ഫറായി പറയുമ്പോൾ ഞാൻ പറയാം ഫറായിയുമായി ബന്ധപ്പെട്ട ഇനങ്ങളിലാണത് വരുന്നത്. അപ്പം അതുകൊണ്ടാണ് അവിടെ നീട്ടുന്നത്. അത് ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. നമ്മളിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, ആകെ ഇതിലേ നിൽക്കണുള്ളത്. അസ്ലി ഉണ്ട്, ഫറായി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അസ്ലി ആയത് കേവലാക്ഷരങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ മദ്ദിൽ. ഫറായി ആകാൻ കുറേ കാരണങ്ങളുണ്ട്. പിന്നെ അതിൽ ഒരു കാരണം ഇപ്പോൾ നമ്മളിവിടെ വന്നത് പറയാം. ഫറഈയായ മദ്ദാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ വന്നിട്ടുള്ള ഏതാണ്? ഫറഈയായ മദ്ദാണ്. അതിനെ സാധാരണയിലധികം നീട്ടണം. ഇനി അത് ഇവിടെ വരാനുള്ള ഒരു കാരണം ഹംസ മദ്ദക്ഷരത്തിന് മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരിക. അത് ഈ ഫറഈയായ മദ്ദിൻ്റെ ഒരു കാരണമാണ്. ഫറഈയായ മദ്ദിൻ്റെ ഒരു കാരണമാണ് മദ്ദക്ഷരത്തിന് ശേഷം. മദ്ദക്ഷരം ഇവിടെ ഏതാ? യാ. നമ്മളിവിടെ ഇപ്പം ഇങ്ങനെ എഴുതിയാലേ കാണുള്ളൂ. ഏതെങ്ങനെ? ഇതാണല്ലോ യാ. ഇതാണ് യാ. അതിനുശേഷം ആ അയ്യുഹ അല്ലേ? ഇതാണ് അക്ഷരം. നമ്മൾ കൂട്ടി എഴുതുന്നതുകൊണ്ടാണ് ഇങ്ങനെ എഴുതുന്നത്. ഇപ്പം യാ അയ്യുഹ എന്ന് എഴുതിയപ്പോൾ ഈ യാൻ്റെ മദ്ദക്ഷരമാണ് ഏത്? അലിഫ്. അതിനുശേഷം വന്ന അക്ഷരമാണ് ഹംസ്. അപ്പം മദ്ദക്ഷരത്തിന് ശേഷം മദ്ദക്ഷരം എന്ന് പറയുമ്പോൾ ഇതാണ് ഓർക്കേണ്ടത് കേട്ടോ. മദ്ദക്ഷരങ്ങൾക്ക് ശേഷം തൊട്ടടുത്ത കലിമത്തിൽ ഹംസ് വന്നാൽ തൊട്ടടുത്ത കലിമത്ത് ഏതാ? അയ്യുഹ. തൊട്ടടുത്ത കലിമത്ത് ഏതാ? അയ്യുഹ. അപ്പോൾ തൊട്ടടുത്ത കലിമത്തിലാണ് ഹംസ് വരുന്നതെങ്കിൽ ആ മദ്ദിനെ മദ്ദുൽ മുൻഫസിൽ എന്ന് പറയും. മദ്ദുൽ മുൻഫസിൽ. ഒറ്റയിൽ പറഞ്ഞ ഇവിടുത്തെ മദ് ഏതാന്ന് ചോദിച്ചാൽ എന്ത് പറയണം? യാ അയ്യുഹയിലെ മദ് ഏതാന്ന് ചോദിച്ചാൽ മുൻഫസിൽ. യാ അയ്യുഹയിലെ മദ് ഏതാന്ന് ചോദിച്ചാൽ മുൻഫസിൽ എന്ന് പറയണം. അപ്പം മുൻഫസിൽ ഏതിനത്തിൽ പെട്ടതാണ്? ഫറഈയായ ഇനത്തിൽ പെട്ടതാണ്. എങ്ങനെയാണ് മുൻഫസിലാവുന്നത്? മദ്ദക്ഷരത്തിന് ശേഷം തൊട്ടടുത്ത കലിമത്തിൽ ഹംസ വരിക. അപ്പോൾ ഒരു ചോദ്യം ഇവിടെ വരിക, മദ്ദക്ഷരത്തിൻ്റെ അതേ കലിമത്തിൽ അല്ല അതേ പദത്തിൽ ഹംസ വന്നാലോ? അത് മുത്തസിലാവും. അത് മുത്തസിലായി മാറും. ഞാൻ പറഞ്ഞു തരാം. അത് തൽക്കാലം നിങ്ങൾ മുത്തസിൽ. അപ്പം രണ്ട് മദ്ദിൻ്റെ ഇനങ്ങളാണ് മുത്തസിൽ. ഫറഈയുടെ രണ്ട് ഇനങ്ങളാണ് മുത്തസിലും മുൻഫസിലും. മുത്തസിൽ എന്ന് പറഞ്ഞാൽ ഒരേ പദത്തിൽ വരിക. മുൻഫസിൽ എന്ന് പറഞ്ഞാൽ അടുത്ത പദത്തിൽ വരിക. ഏതാ വരുന്നത്? ഹംസ. വരുന്ന അക്ഷരം ഏതാണ്? ഹംസയാണ്. അത് ഒരേ പദത്തിലുള്ള ഒരു വേർഡ് പറഞ്ഞ നിങ്ങൾ. ഹംസ ഒരു പദത്തിൽ വരുന്ന ജാ ആ അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്? ഒരു കലിമത്ത് എന്ന് പറയാ അല്ലെ? ജാ എന്നത് എന്താണ്? ഒരു പദമാണ്. ജാന്റെ അർത്ഥം എന്താ? വന്നു. അത് രണ്ട് വേർഡല്ല. മറ്റേതില് യാ വേറെയാണ്, അയ്യുഹ വേറെയാ. യാ ഇതിനൊരു അർത്ഥമുണ്ട്. എന്താ യാന്റെ അർത്ഥം? അല്ലയോ, ഹേ, വിളിക്കൂലേ? അതിന് ഉപയോഗിക്കുന്ന വേർഡാണ് യാ. അയ്യുഹ അതിൻ്റെ അടുത്ത് തന്നെയാണ്, അതിനോട് കൂടി ചേർന്ന് വരുന്നതാണെങ്കിലും അത് അടുത്ത പദമാണ്. എന്നാൽ ഇവിടെ ജാ വേറെയും ആ വേറെയാണോ? അല്ല, ജാ ഒരു വേർഡാണ്. അപ്പം ഇതിനാണ് മദ്ദെങ്കിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വരുന്നു. അപ്പോൾ ആ മദ്ദിനെ നമ്മൾ എന്തു പറയും?
മുത്തസിലായ മദ് എന്ന് പറയും. ഇനി ഇവിടെ നേരത്തെ വന്ന 2 കലിമത്തിൽ വരുന്ന മദ്ദുകൾക്ക് ഇപ്പൊ സമാ പറഞ്ഞല്ലോ, സമാ ഒക്കെ അതിൽപ്പെട്ടതാ. സമാ ഒരു വാക്കല്ലേ, സമാ എന്താ ആകാശം, ഒരു വാക്ക്. അപ്പൊ സമാ അവിടെ സാധാരണയിലധികം. അപ്പൊ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ അവിടെ സാധാരണയിലധികം നീട്ടണം. അത് 2 ഇനമുണ്ട്, മുത്തസിലുണ്ട്, മുൻഫസിലുണ്ട്. ഇപ്പം ഇവിടെ നമ്മൾ മുൻഫസിൽ നിൽക്കുക തൽക്കാലം. ഞാൻ മുത്തസിൽ കയറുന്നില്ല, മുൻഫസിൽ നിൽക്കുക. അത് അടുത്ത കലിമത്തിലായതുകൊണ്ട് മുൻഫസിലാണ്. ഇവിടെ നമ്മൾ 4 മുതൽ 6 വരെ എന്ത് ചെയ്യാം, നീട്ടാം. 4 മുതൽ 6 വരെയുള്ള ഹർക്കത്ത് നീട്ടാം. 4 മുതൽ 6 വരെയുള്ള ഹർക്കത്ത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ആ ഒരു 4 അക്ഷരം പറയുന്ന 4 അക്ഷരം പറയാൻ എത്ര സമയം വേണം, അത്രയും സമയം എന്ത് ചെയ്യണം, നീട്ടണം. അപ്പം നമ്മുടെ കൈയൊന്നിങ്ങനെ ഇതാക്കാനുള്ളൊരു സമയം ഏകദേശം കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പം യാ അയ്യു അത്രയും സമയം നീട്ടണം. അല്ലാതെ യാ അയ്യുഹ അത് പറ്റൂല. അത് യാ അയ്യുഹ എന്ന് പറഞ്ഞാൽ എന്തായി മാറി, നീട്ടിയില്ല അവിടെ. യാ അയ്യുഹ എന്ന് നീട്ടി, അപ്പം അതെന്തായി മാറിയുള്ളൂ, അസ്ലി മാത്രമേ ഉള്ളൂ. അസ്ലി എന്ന് പറഞ്ഞാൽ സാധാരണ ദീർഘം, സാധാരണ ദീർഘം. ഫറായി എന്ന് പറഞ്ഞാൽ അസാധാരണ ദീർഘം. അത് ചിലപ്പോൾ 2, 3, 4, 5, 6, 7 കതിർ വരെ എന്ത് ചെയ്യണം, നീട്ടുന്ന മദ്ദുകളാണ് അസ്ലി. പിന്നെ എന്തിൽ വരിക, ഫറായിയിൽ വരിക. അപ്പോൾ മുൻഫസിലാണെങ്കിൽ 4 മുതൽ 6 വരെ നീട്ടണം. മുൻഫസിലെ തിരിച്ചറിയാനുള്ള അടയാളം മദ്ദക്ഷരത്തിന് ശേഷം അടുത്ത പദത്തിൽ എന്ത് വരും, ഹംസ വരും. അപ്പോൾ ഇനി ഇവിടെ ഒന്ന് വായിച്ചേ. നമ്മളിത് തുടക്കമായതുകൊണ്ട് ഖുർആൻ പാരായണം അത് വളരെ പ്രധാനമാണ്. നമ്മൾ അർത്ഥം പിന്നെ കേട്ട് ഇത് ചെയ്ത് പോയാൽ മാത്രം പോരാ. ഒരായത്താണെങ്കിൽ ആ ഒരായത്ത് തജ്വീദ് അനുസരിച്ച് ഓതുക. തജ്വീദ് അനുസരിച്ച് ഓതുമ്പോൾ അതിൻ്റെ നിയമമാണ് വരേണ്ടത്, നമ്മളുടെ രീതിയല്ല വരേണ്ടത്. അത് ഒരെണ്ണം നീട്ടുമ്പോൾ പോലും അവിടെ നീട്ടാൻ പാടുണ്ടോ ഇല്ലേന്ന് അറിഞ്ഞിട്ട് എന്ത് ചെയ്യണം, നീട്ടണം. ഇനി ഇതൊന്ന് വായിച്ച് ഇവിടം വരെ മാത്രം വായിച്ചാൽ മതി. അവിടെ നിർത്തിക്കോ, അവിടെ നിർത്തണം, നിർത്തിയില്ലെങ്കിൽ പോവും. അപ്പോൾ ഇവിടെ നമ്മൾ നീട്ടി, ഇവിടെ നമ്മൾ മണിച്ചു ഇല്ലേ. ഒന്നുകൂടി വായിച്ചേ. നമുക്ക് ഉത്തക്കൂല് പോവാം അല്ലേ. ഇത് ശരിയായില്ലേ? ഇവിടെ ഇരിക്കണ ആർക്കെങ്കിലും ഇത് നീട്ടാതെ ഓതുന്നുണ്ടോ? നിങ്ങൾ ഓതാതെ ഇരിക്കരുത് കേട്ടാ. ഇനി അടുത്ത നമ്മുടെ പദമാണ്. ഇവിടം വരെ നമ്മൾ പറഞ്ഞിട്ട് ഇനി നാസു കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഹംസ വരുന്നുണ്ട് അല്ലേ. ഇവിടെ ഹംസ വരുന്നുണ്ട്. ഇതിനെ അലിഫ് എന്നല്ല പറയാ, എന്താ പറയാ, ഹംസയാണ്. ഹംസത്തുൽ വസ്ല്. ഹംസത്തുൽ വസ്ല് വന്നാൽ എന്ത് ചെയ്യണമെന്നാ പറഞ്ഞത്, എന്ത് ചെയ്യണം? ഈ സൂന്ന് എന്തിലേക്ക് വരണം, തായിലേക്ക് വരണം. എങ്ങനെ വരും? സുത്ത. എങ്ങനെ വരാ? സുത്ത. ആ ഷെദ് കിട്ടണം. സൂല് എന്ത് ചെയ്യാൻ പാടില്ല, സ്റ്റോപ്പ് ആവാൻ, ശ്വാസം ബ്രീത്ത് നിർത്താൻ പാടില്ല. ഒന്ന് ഓദിക്കേ. ഒന്നുകൂടി. ഓക്കെ. യാ അയ്യുഹൻ നാസു തഖൂ. ഓക്കെ, ഇനി അടുത്ത പദവും കൂടി എളുപ്പമുള്ളതാണ്. അടുത്ത എന്താ പദം? റബ്ബു അല്ല. അതൊക്കെയാണ് നമ്മുടെ തെറ്റ് വരുന്നത്. റബ്ബു അല്ല, റബ്ബ. എന്താ വ്യത്യാസം? റബ്ബുക്കും റബ്ബക്കും എന്താ വ്യത്യാസം? റബ്ബുക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ റബ്ബ്. റബ്ബക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ റബ്ബിനെ. മനസ്സിലായോ? ഇവിടെ നിങ്ങളുടെ റബ്ബിനെയാണ് സൂക്ഷിക്കേണ്ടത്. ഇവിടെ ആരെയാണ് സൂക്ഷിക്കേണ്ടത്? നിങ്ങളുടെ റബ്ബിനെ. അതുകൊണ്ടാണ് റബ്ബ വന്നത്. ഈ റബ്ബുക്കും എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? നിങ്ങളുടെ റബ്ബ് സൂക്ഷിക്കുക എന്ന് ആവും. അള്ളാഹ് നമ്മളെ പേടിക്കാനായി പോകും. മനസ്സിലായോ? വ്യത്യാസമാണ്. അതായത് യാ യുഹന്നാസ് ഉത്തഖൂ റബ്ബുക്കും, അതിനെ അർത്ഥം ചേഞ്ച് വരും. അപ്പം റബ്ബ് സൂക്ഷിക്കൂ എന്നൊക്കെ അർത്ഥത്തിലേക്ക് വരും. അപ്പോൾ അവിടെ ഹർക്കത്ത് മാറരുത്, റബ്ബ എന്നാണ്. റബ്ബക്കും. ഇനി ഒന്നുകൂടി
യാ അയ്യുഹന്നാസുത്തഖൂ റബ്ബക്കും. ഇനി ഇത് നിങ്ങൾ ഓതുമ്പോൾ നിങ്ങളുടെ ട്യൂണിലേക്ക് കൊണ്ടുപോകരുത്. നിങ്ങൾ ട്യൂണിലേക്ക് കൊണ്ടുപോയാൽ ചിലപ്പോൾ എന്ത് ചെയ്യും, നാസു എന്നൊക്കെ ആയിപ്പോവും. അത് പിന്നെ ഞാൻ ഇതിൽ ഇപ്പം യാ അയ്യുഹന്നാസുത്തഖൂ റബ്ബക്കും നല്ല രസമല്ലേ? അല്ലേ? രസമല്ലേ? യാ അയ്യുഹന്നാസുത്തഖൂ. എന്തിനാ അവിടെ കൂവുന്ന? അവിടെ കൂവേണ്ട വല്ല കാര്യമുണ്ടോ? ഇല്ല. അവിടെ അവിടെ ഒറ്റയതേ ഉള്ളൂ. അവിടെ എന്തേ ഉള്ളൂ? അസ്ലിയേ ഉള്ളൂ. അവിടെ ഫറായി ആക്കി നമ്മൾ. അതുപോലെ പിന്നെ ചിലർ സൂ വരെ നീട്ടിക്കളയും. സൂ വരെ എന്ത് ചെയ്യും? പാട്ട് അങ്ങനെയാണല്ലോ, നമ്മൾ ഒരു പാട്ട് പാടുമ്പോൾ ചിലപ്പോൾ അതിനൊരു പഞ്ച് വേണ്ടേ? അതെ. അപ്പം കുൽഹു അല്ലാഹു ഓതുന്നതിൽ വരെ ഉണ്ടാ തെറ്റ്. കുൽഹു അള്ളാഹിനെ കുറിച്ച് നീട്ടും. അവിടെ അസ്ലിയേ ഉള്ളൂ. അവിടെ എന്തില്ല? ഫറയില്ല. അപ്പം ഈ മദ് പ്രധാനപ്പെട്ടൊരു നിയമമാണ്. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അനാവശ്യമായ നീട്ടൽ എന്ത് ചെയ്യണം? ഒഴിവാക്കിയിട്ട് ആവശ്യമായ സ്ഥലത്ത് എന്ത് ചെയ്യണം? നീട്ടണം. ആ ആവശ്യം ആയ സ്ഥലം എങ്ങനെ അറിയും? അവിടെ ഖുർആനിൽ അടയാളം ഉണ്ടാവും. ആവശ്യമാണ് എടുത്ത് എന്തുണ്ടാവും? ഇതേപോലുള്ള ചിഹ്നങ്ങൾ ഉണ്ടാവും. അപ്പം അത് ശ്രദ്ധിച്ച് ഓതുക. അപ്പോൾ ഒന്നുകൂടി ഓതുക. യാ അയ്യുഹന്നാസുത്തഖൂ റബ്ബക്കും. പാഠം വരെ പഠിച്ചില്ലേ? ഏതാണ്? ഇതിന്റെ മുകളിലാണോ? അത് പിന്നെ ഈ വാവുൽ ജമാഅത്തും അതുപോലെ അമ്ര ഫിഅലുൽ അമ്രാണ് എന്ന് അറിയിക്കാനാണ്. ഞാനത് ആ പദം വിശദീകരിക്കുമ്പോൾ നമുക്കത് പറയാം ഇൻഷാ അല്ലാഹ്. അത് ഫിഅലാണ്. അതെന്തല്ല, ഇസ്മല്ല. ഇത്തഖു എന്ന അമ്ര ഫിഅലിന്റെ പിന്നെ ബഹുവചന രൂപമാണത്. അമ്ര ഫിഅൽ അതായത് കൽപ്പനയാണ്. നിങ്ങൾ സൂക്ഷിക്കൂ എന്ന അമ്ര ഫിഅൽ എഴുതുമ്പോൾ ഈ വാവുൽ ജമാഅത്തിൻ്റെ കൂടെ എപ്പോഴും വാവുൽ ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് അവിടെ വരേണ്ടി വരും ഇൻഷാ അല്ലാഹ്. അത് ഞാൻ പിന്നെ വിശദീകരിക്കാം. അപ്പം ഏതായാലും യാ അയ്യുഹന്നാസുത്തഖൂ റബ്ബക്കും അവിടം വരെ ക്ലിയർ ആണല്ലോ? ഇതിലാണോ? ഇല്ല. അത് എഴുത്തില് അങ്ങനെ ചില അക്ഷരത്തിന്റെ കൂടെ ഹംസ് കൂട്ടി എഴുതും, ചിലതിൻ്റെ കൂടെ കൂട്ടി എഴുതൂല. അത്ര അത് ഇടയ്ക്ക് ആ എഴുത്തിന്റെ നിയമമാണ്. പിന്നെ ഇത് എപ്പോഴും ഇങ്ങനെ തന്നെയാണ് എഴുതല്. ചില പദത്തിന് അങ്ങനെ ഉണ്ട്. ആ എഴുത്തിന്റെ രീതി അങ്ങനെ തന്നെ ആയിരിക്കും. അതെന്ത് ചെയ്യൂല, അത് മാറൂല. അപ്പം അത് എഴുത്തിന്റെ രീതി അനുസരിച്ച് അങ്ങനെ വരുന്നതുമാണ്. മറ്റേ ഈ ഫിഅലും ഇത് ഫിഅലിന്റെ കൂടെ ഒരു ഹർഫോ അങ്ങനെ ചേർത്ത് എഴുതൂല. ഇതെല്ലാം എന്താണ്? യാ യുഹ യാ യുഹ എപ്പോഴും ഒരുമിച്ച് പ്രയോഗിക്കുന്ന ഒരു പ്രയോഗമായതുകൊണ്ടാണ്. ഇവിടെ ഇനി യാ അയ്യുഹന്നാസ് ഏതാണ്? അതിപ്പോൾ ഇവിടെ ഇങ്ങനെ എഴുതും, ചിലത് ഇങ്ങനെ എഴുതും. അപ്പം ഞാൻ ഇത് ഇങ്ങനെ എഴുതിയില്ലെങ്കിൽ ഇങ്ങനെ ഇട്ടാൽ അതെന്താണ്? ഇങ്ങനെ ഇട്ടാൽ അതെന്താണ്? അലിഫ് നീട്ടാനാണ്. ഇനി അത് ഇങ്ങനെ ഇട്ടാലും എന്താണ്? നീട്ടാനാണ്. അപ്പം അത് ഏത് ഇങ്ങനെ ഇട്ടത് അത് അസ്ലി ആയിട്ടാണ്. അങ്ങനെ ഇടുന്നിടത്ത് അസ്ലി ആയിട്ടാണ് വായിക്കൽ. മറ്റേത് ഇവിടെ മുൻഫസിൽ വന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഇട്ടതാണ് മനസ്സിലാക്കാൻ. അത് രണ്ടും എഴുതും ഖുർആനിലെ രണ്ടും. അത് രണ്ടും ഇങ്ങനെ എഴുതും. അത് അസ്ലി ആണെന്ന് അല്ല ഫറായി ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള അടയാളമാണ്. അപ്പം നമ്മൾ ആ എഴുതുമ്പോൾ മദ്ദിൻ്റെ ചിഹ്നം ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ എങ്കിലും, കാരണം ഹർക്കത്ത് നമ്മൾ സാധാരണ എന്ത് ചെയ്യാറില്ല, ഇടാറില്ല. ഇപ്പം ഞാൻ അമ്പിയാന്ന് എഴുതിയേക്കണ നിങ്ങൾ കണ്ട എവിടെയെങ്കിലും ഹർക്കത്ത് ഉണ്ടാ? ഇല്ല. പക്ഷെ അതെന്തേ വായിക്കുള്ളൂ? ഞാൻ അമ്പിയാന്നേ വായിക്കുള്ളൂ. അത് നമ്മളിപ്പം ഞാൻ എഴുതി ശീലിച്ച് വരുന്ന അനുസരിച്ച് അങ്ങനെ എഴുതി വരുന്നതാണ്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവാത്തതുകൊണ്ട് നിങ്ങൾ ചോദിക്കണം. ഇപ്പം ഇതിനൊക്കെ 2 കുത്തൊക്കെ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ ഇടും, 3 കുത്ത് ഇങ്ങനെ ഇടും. അങ്ങനെ എഴുത്തിൻ്റെ രീതികൾ വേറെ വ്യത്യാസമുണ്ട്. അപ്പം അത് നമുക്ക് പിന്നെ പറയാം ഇൻഷാ അല്ലാഹ്. വേറെന്താ അവിടെ എന്താ ചോദിച്ചല്ലോ? ഏതാണ് മനസ്സിലായില്ല? ഹർക്കത്ത് ഇടാതെ വരുന്നത് പിന്നെ വായനാ നിയമം അറിയാത്തവർക്ക് വായിക്കാൻ കഴിയില്ല.
ഹർക്കത്തിടാതെ വരുന്നത് വായിക്കാൻ അറിയണമെങ്കിൽ നെഹ്വ് പഠിക്കണം. നെഹ്വ് പഠിച്ച ആളുകൾക്ക് അത് മനസ്സിലാവും. ആ വേർഡ് കാണുമ്പോഴോ അതിൻ്റെ മുമ്പത്തതോ ഇപ്പോഴത്തതോ കണ്ടാൽ അവർക്ക് മനസ്സിലാവും അത് നീട്ടി വായിക്കേണ്ടതാണോ, അത് ഫത്തഹ ഇടേണ്ടതാണോ, കെസർ ഇടേണ്ടതാണോ. അപ്പം ഇതൊക്കെ ഇത്തക്കൂ ഇതുണ്ടല്ലേ, ഇതിനൊന്നും ചിലപ്പോൾ ഇവിടെ തായൊന്നും ഇട്ടില്ല, ഹർക്കത്ത് ഇട്ടില്ലെങ്കിലും അതെന്തേ വായിക്കുള്ളൂ, താന്ന് തന്നെ വായിക്കുള്ളൂ. ഇവിടെ ഇത് ഇട്ടില്ല. ഈ വാവ് കണ്ടാൽ മനസ്സിലാവും ഇതെന്താണ്, തക്കൂന്നാണ്. അങ്ങനെ ചെറിയ കുറേ അടയാളങ്ങൾ അതിലുണ്ടാവും. അതേപോലെ ഗ്രാമർ, ഫേല്, ഫായില്, മഫൂല്. ഫായിലിനാണെങ്കിൽ അത് റഫായിരിക്കും. ഞാൻ ഇപ്പോൾ ഇത് റബ്ബക്കും പറഞ്ഞില്ലേ, ഇപ്പോൾ ഉദാഹരണം ഇത് ഹർക്കത്തില്ലാതെ വന്നാൽ എങ്ങനെ മനസ്സിലാക്കും? വളരെ ഇവിടെ ഇപ്പം യാ അയ്യുഹന്ന സുത്തക്കു, ഇത് വേണമെങ്കിൽ ഈ പറഞ്ഞ പോലെ റബ്ബിക്കും, റബ്ബക്കും, റബ്ബുക്കും മൂന്നും വായിക്കാം. അപ്പോൾ അതെങ്ങനെ മനസ്സിലാക്കും? ഈ ആശയത്തിനെ അത് മനസ്സിലാവുള്ളൂ. കാരണം ഇവിടെ യാ യുഹന്നാസ് ജനങ്ങളെയാണ് വിളിച്ചത്. ഇത്തക്കു നിങ്ങൾ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. നിങ്ങൾ സൂക്ഷിക്കണം. ഇനി അപ്പോൾ ആരെയാ സൂക്ഷിക്കേണ്ടതെന്നാണ്? നിങ്ങളുടെ റബ്ബിനെ ആയാലേ അത് ശരിയാകുള്ളൂ. റബ്ബുക്കും പറഞ്ഞാൽ അവിടെ ആശയം മൊത്തം എന്തായി തെറ്റിപ്പോവും. ഇനി റബ്ബി എന്ന് വരണമെങ്കിൽ ഒരിക്കലും വരില്ല. റബ്ബി എന്ന് വരണമെങ്കിൽ അതിന് മുമ്പ് എന്ത് വരണം? ജെറിൻ്റെ അക്ഷരം വരണം. ഇനി ഉത്തക്കു കഴിഞ്ഞിട്ട് ഒരു ബി വന്നാൽ അതെന്തായി മാറും? ബി റബ്ബിക്കും എന്നായി. ലി റബ്ബിക്കും അല്ലേ, അൻ റബ്ബിക്കും, അല റബ്ബിക്കും. ഇതൊക്കെ വന്നാൽ അവിടെ ഹർക്കത്തിടണ്ട, ബായിന് ഹർക്കത്തിടണ്ട. അല എഴുതിയാൽ അലാക്ക് ശേഷം ഞാൻ ഇങ്ങനെ എഴുതിയാൽ ഇതെന്ത് വായിക്കും? ഇതെന്ത് വായിക്കും? അല റബ്ബി. നിങ്ങൾക്ക് ഹർക്കത്ത് കിട്ടേണ്ട ആവശ്യമില്ല അല്ലേ. ഇപ്പൊ അതേപോലെ ലീ, ഇതെന്ത് വായിക്കും? ലി റബ്ബി. ഇനി മിനല്ല മിനല്ല ഹി. അതെങ്ങനെ ഇപ്പൊ എങ്ങനെ കിട്ടിയത്? അപ്പൊ അത് ഇത് വഴി ഇത് അറിയാവുന്ന ആൾക്ക് അത് കിട്ടും. അതായത് ഹുറൂഫുൽ ജർ എന്ന് പറയും. ജറിൻ്റെ അക്ഷരങ്ങൾ വന്നാൽ അതിന് ശേഷം വരുന്നതിനൊക്കെ എന്ത് കൊടുക്കും? കെസറേ കൊടുക്കുള്ളൂ. അപ്പം അങ്ങനെ ഗ്രാമറുകൾ അറിയാവുന്നവർക്ക് ഹർക്കത്തില്ലാത്തത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? വായിക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ പറയണം, അത് സമയം ഉണ്ടാവില്ല. അത് ഞാൻ മാലി പറയുമ്പോൾ പറയാം ഇൻഷാ അല്ലാ. ഏത്? അത് പറയാൻ പറ്റില്ല. അത് പഠിക്കണ ആളുടെ ഇതനുസരിച്ച് അയാളുടെ പിന്നെ ഇതുള്ള ആളാണെങ്കിൽ, അടിസ്ഥാനമുള്ള ആളാണെങ്കിൽ കാണാതെ പഠിക്കാനുള്ള സമയം മതി. അടിസ്ഥാനം ബേസിക് ഇല്ലാത്ത ആളാണെങ്കിൽ ആദ്യം ഇത് തലേ കയറ്റണം. ഇതെന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ഫെയിൽ ഏതൊക്കെയാണ്, ഇസ്മ ഏതാണ്, ഫെയിൽ ഏതാണ്, ഹർഫ് ഏതാണ്. അത് കുറച്ച് റെഗുലർ അത് പറഞ്ഞ് കേൾപ്പിക്കുകയും ചെയ്താൽ പഠിക്കും വേഗം. കേട്ട് മാത്രം പഠിക്കാൻ പറ്റാത്ത സാധനമാണ് എന്ത്? ഗ്രാമർ. കേട്ടാൽ മാത്രം പഠിക്കൂല. അതിൻ്റെ കുറച്ച് തദ്രീബാത്തുകൾ വീട്ടിൽ പോയിരുന്നിട്ട് എന്ത് ചെയ്യണം. അപ്പം നമ്മളിപ്പോൾ അറബി കോളേജിൽ പഠിക്കുമ്പോൾ അവിടെ ഒരു പാഠം ചിലപ്പോൾ ഒരു പേജേ ഉണ്ടാവുള്ളൂ. ഒരു പാഠം ഇത്രേ ഉണ്ടാവുള്ളൂ. തദ്രീബാത്ത് കുറേ 5-8 പേജ് ഉണ്ടാവും. അപ്പോൾ ഈ പാഠം മാത്രമേ നമ്മളെ പഠിപ്പിക്കുകയുള്ളൂ. തദ്രീബാത്ത് ആര് ചെയ്യണം? നമ്മൾ ചെയ്യണം. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഇങ്ങനെ ആലോചിക്കും. അങ്ങനെ ചെയ്ത് ആ എക്സ്പീരിയൻസിലാണ് അത് കിട്ടുന്നത്. അതാണ് നെഹ്വ് ഗ്രാമറിൽ വരുന്ന അതൊക്കെ വ്യത്യാസം വരും. അപ്പോൾ അത് പഠിക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ആദ്യം ഇസ്മു, ഫീല്, ഹർഫ് തുടങ്ങി പിന്നെ ഫീലിൻ്റെ രൂപം, ഓരോ ഫീലിൻ്റെ രൂപമായിട്ട് ഇങ്ങനെ പഠിക്കാൻ പറ്റും. അത് എനിക്കറിയില്ല, ഞാൻ അങ്ങനെ ഒരു ഇത് നോക്കിയിട്ടില്ല. നമ്മളീ പിന്നെ അത് മാത്രമായിട്ടിരുന്നാൽ ചിലപ്പം ബേസിക് കിട്ടും, ഫസ്റ്റ് ബേസിക്. പിന്നെ ഇത് തീരുന്നില്ല, ഗ്രാമർ തീരുന്നില്ല. ഇപ്പം എനിക്കറിയാത്ത ഗ്രാമർ ഉണ്ടാവും. ചില സ്ഥലത്ത് വരുമ്പോൾ അതെന്താണെന്ന് ചിലപ്പോൾ അതെനിക്ക് അറിയണമെന്നില്ല. കാരണം അതപ്പം നമ്മൾ പരിശോധിക്കാൻ പറ്റും എന്തുകൊണ്ടാണെന്ന്. ബേസിക് കിട്ടിയാൽ നമുക്ക് പരിശോധിക്കാൻ പറ്റും. ഗ്രാമർ മാത്രം കുഴപ്പമില്ല. ഇതിൽ ഞാൻ എന്താ പറയുക, ഇത് ഒരായത്തിലേ പിടിച്ചു പോകാൻ കാരണം ഇതാണ്. ഒരായത്ത് വരുമ്പോൾ നമ്മൾ അതിൻ്റെ തജ്വീദും അതിൻ്റെ ഇതും കിട്ടിക്കഴിഞ്ഞാൽ
അത് വെക്കാം. ഞാൻ പറഞ്ഞത് ഒരു ആയത്ത് നമ്മൾ പോയി ആ ആയത്ത് ഫോക്കസ് ചെയ്ത് ഓതുമ്പോൾ ഈ സാധനങ്ങൾ അവിടെ കിട്ടിയില്ലെങ്കിൽ നമ്മുടെ പാരായണം പഴയ കോലത്തിൽ തന്നെ കിടക്കും. അതായത് നമ്മളിപ്പോൾ ഗ്രാമർ പഠിച്ചാൽ തജ്വീദ് പഠിച്ചാലും കാണാതെ പഠിച്ചാലും ഓതലിൽ വ്യത്യാസം വരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തത്? ആ ആയത്ത് ഓതുമ്പോൾ ആ സംഗതി വരുന്നില്ല. ഇപ്പം യാ അവിടെ വരണം, അവിടെ വരണം, റബ്ബ അവിടെ വരണം. അപ്പം അത് നമ്മൾ ബേസിക് മൊത്തത്തിൽ തുടർച്ചയായിട്ട് നമുക്കൊരു ഇതായിട്ട് എടുക്കാം. ഇപ്പോൾ ഇതിൽ പ്രാർത്ഥന ഹദീസും വരുന്നത് പോലെ കുറച്ച് ഭാഗം തജ്വീദാക്കിയിട്ട് ഓരോ ദിവസമായിട്ട് എടുക്കാം. പക്ഷെ അപ്പോഴും സ്വാഭാവികമായിട്ട് നമ്മളൊരു ഖുറാൻ്റെ ആയത്ത് എടുക്കുമ്പോൾ അവിടെ എന്ത് വരും? ഒരു നിയമം വരും. ആ നിയമം പറയാതെ ആയത്ത് പോയാലോ ആ നിയമം നിങ്ങളുടെ പ്രാക്ടിക്കലിൽ കിട്ടൂല. നിങ്ങൾക്ക് ആയത്ത് വരും. അപ്പം ഒരായത്ത് അതിൽ വരുന്ന തജ്വീദ് അനുസരിച്ച് പഠിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ ആയത്ത് ക്ലിയറായി. അങ്ങനെ അടുത്ത ആയത്ത് വരുമ്പോൾ ആ നിയമം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് വരും. അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ ഏകദേശം നമ്മൾ തജ്വീദ് നമുക്ക് അങ്ങനെ കിട്ടും. ഞാനൊന്നും തജ്വീദ് പ്രത്യേകമായിട്ട് കോഴ്സ് പഠിച്ചിട്ടൊന്നുമില്ല. നമുക്ക് മദ്രസയിൽ പിന്നെ ഖുറാൻ പഠിപ്പിക്കുമ്പോൾ മദ്രസയിലാണ് അത് പഠിച്ചത്. അറബിക് കോളേജിൽ എന്തില്ല? അറബിക് കോളേജിൽ തജ്വീദ് കോഴ്സൊന്നുമില്ല, മദ്രസയിലേ ഉള്ളൂ തജ്വീദ്. അപ്പോൾ അവിടെ ഈ ഖുറാൻ ഓതുമ്പോൾ അവിടെ ഉസ്താദ് പിടിക്കും. മണിച്ചില്ലെങ്കിൽ പിടിക്കും, മദ് നീട്ടിയില്ലെങ്കിൽ പിടിക്കും, ഈ മദ് ഏതാന്ന് ചോദിക്കും. അതുകൊണ്ട് പഠിച്ചതാണ്. അപ്പോൾ അതേത് മദ്ദാന്ന് നമ്മൾ ഒരു ആയത്ത് ഓതിക്കഴിഞ്ഞാൽ ആ മദ്ദിൻ്റെ നീട്ടലിൻ്റെ എണ്ണം കുറഞ്ഞ അപ്പോൾ ചോദിക്കും ആ മദ് ഏതാ. അപ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരും. അപ്പോൾ അത് നമ്മളൊരു ആയത്തിലൂടെ പോകുന്ന കാര്യങ്ങൾ നമ്മളെ നോട്ടിലുണ്ടാവണം. നോട്ടിൽ എന്ത് ചെയ്യുക? രേഖപ്പെടുത്തി വെച്ചിട്ട് ആയത്ത് ഓതി നോക്കിയാൽ നമുക്ക് തന്നെ ആ ഒരു കോൺഫിഡൻസ് കിട്ടും. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഇനി അടുത്ത ഭാഗം ഞാനതാ പറഞ്ഞു, ഇന്ന് ഞാൻ ഈ ആയത്ത് മാത്രമേ എടുക്കുള്ളൂ എന്ന് പറയാനുള്ള കാരണം ഇതാണ്. ഇനി ഇത് ഈ ആയത്തെങ്കിലും തീർന്നാൽ മതിയായിരുന്നു. ഇന്ന സൽസലത്ത. അതുകൊണ്ടാണ് വേറെ ചില കാര്യങ്ങൾ വയ്ക്കുമ്പോൾ ഞാൻ സ്കിപ്പ് ചെയ്ത് പോണത്. അതിൻ്റെ ഇടയിൽ മറ്റേത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവിടെ കിടക്കും. ഇന്ന സൽസലത്ത സാഅത്തി ഷൈഉൻ അദീം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആയത്ത് അല്ലേ? ഇത് മണിക്കണം. എങ്ങനെ പറയേണ്ടത്? പറഞ്ഞേ. ഇനി അവിടെ ഇന്ന സൽസലത്തസ്സാഅത്തി അല്ലേ? ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അദീം. ഷൈഉൻ അലീം. അവിടെ നിയമമുണ്ട്. ഷൈഉൻ അലീം. അവിടെ ഇൽഹാർ വന്നു. അവിടെ ഇൽഹാർ വന്നു. ഇതിൻ്റെ പ്രശ്നം എന്താ? ഇപ്പോൾ ഈ ഇൽഹാർ നമ്മൾ നേരത്തെ കേട്ടിട്ടില്ലേ? ഇൽഹാർ നമ്മൾ പഠിച്ചിട്ടില്ലേ? ആ പഠിച്ച സാധനം തന്നെ വരുമ്പോൾ അത് ഇൽഹാറാണെന്ന് പെട്ടെന്ന് നമ്മുടെ മെമ്മറിയിൽ വരുമ്പോഴാണ് അത് ഓതലിൽ ക്ലിയർ ആകുള്ളൂ. അപ്പോൾ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈണം കൂടും ചില ആൾക്കാർ. ഷൈഉൻ ആവശ്യമില്ലാണ്ട് നീട്ടും, മണിക്കും. അതിൻ്റെ ആവശ്യമില്ല. ഷൈഉൻ അലീം. ഈ ഉന്നെ എന്ത് ചെയ്യണം? വ്യക്തമാക്കണം. ഷൈഉൻ ഒന്നുമില്ല. എങ്ങനെ തന്നെ പറയണം? ഷൈഉൻ അലീം. ഷൈഉൻ അലീം. ഇനി ഇവിടെ മുതൽ ഇവിടം വരെ ഒന്ന് വായിച്ചേ. ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അലീം. ഈ ഭാഗം കണ്ട, ഈ ഭാഗം ഓതുന്ന ഒരു സ്ഥലത്ത് പോലും എന്ത് ചെയ്യാൻ പാടില്ല? വേറെ രാഗങ്ങളൊന്നും വരാൻ പാടില്ല. ആകെ ഇന്നയിൽ വരാൻ പാടുള്ളൂ. വേറെ എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല. ഇന്ന കഴിഞ്ഞാൽ ഞാൻ പറയുന്നതിൻ്റെ സ്പീഡ് നോക്കിക്കോ. ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അലീം. എത്ര സ്പീഡിൽ വേണമെങ്കിലും അങ്ങോട്ട് വരാം. കാരണം അതിൻ്റെ ഇടയിൽ എന്തില്ല? ഒരു തടസ്സമോ നീട്ടലോ മദ്ദോ വരുന്നില്ല. ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അലീം. എന്നോട് പറഞ്ഞേ. ഇനി മറ്റേ രീതിയിൽ നമ്മൾ വന്നാൽ ഈ സാ ഒക്കെ ചിലപ്പോൾ എന്തു നീണ്ടുപോകും. നീട്ടാൻ പാടില്ല. ഇതൊക്കെ എന്താണ്? അസ്ലിയാണ്. ഇന്ന സൽസലത്തസ്സാഅത്തി സാഅത്തി ഇന്ന സൽസലത്തസ്സാഅത്തി ഷൈഉൻ അലീം. അലീം. അവിടെ ഒരു നിയമമുണ്ട് മദ്ദിൻ്റെ. അത് നമുക്ക് പിന്നെ പറയാം. അലീം. വഖഫിന് മുമ്പ് നിർത്തുമ്പോൾ എന്ത് വേണം? നീട്ടി നിർത്തണം. അപ്പോൾ അത് അലീം എന്ന് നിർത്തരുത്. എന്ത് ചെയ്യുക? അലീം.
ഇന്ന സൽസലതസ്സാഅതി ഷൈഉൻ അളീം. ഇനിയിപ്പോൾ ഈ ആയത്ത് ഇവിടം വരെയുള്ള നിയമങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാകാത്ത എന്തെങ്കിലും ഉണ്ടോ അതിനകത്ത്? ഇല്ല. ഇനി യാ മദ്ദുൽ മുൻഫസിൽ, മദ്ദുൽ മുൻഫസിൽ മുത്തസിലായിപ്പോയി. അതാണ് എല്ലാം കൂടി പിന്നെ ഒരു രീതിയിൽ പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മുൻഫസിൽ. അയ്യുഹന്ന നൂന് ഷദ് മണിക്കണം. തഖൂ റബ്ബക്കും ഇന്ന മണിക്കണം നൂന് ഷദ്. സൽസലത സാഅതി ഷൈഉൻ ഇൽഹാർ ഹംസ തൻവീനിന് ശേഷം ഐൻ വന്നാൽ ഇൽഹാർ. അപ്പോൾ ഇൽഹാറിൻ്റെ അക്ഷരം ഏതാണെന്ന് അറിഞ്ഞിരിക്കണം, അത് പഠിച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇനി ഒന്ന് ഓതി നോക്കിക്കേ. ആദ്യം ഞാനൊന്ന് ഓതാ, അതേപോലെ തന്നെ ഓതണം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ്സാഅതി ഷൈഉൻ അളീം. ഒന്നുകൂടി ഒതുക്കേ. ഇപ്പം ഈ ആയത്ത് ഇനി ആരെങ്കിലും തെറ്റിക്കോ? അല്ല, ഞാൻ ഈ ക്ലാസ്സിലുള്ള ആരെങ്കിലും, അതായത് ഞാൻ ഇന്നൊരായത്ത് എടുക്കുള്ളൂ എന്ന് പറയാൻ കാരണം ശരിക്കും പറഞ്ഞാൽ ഇതേപോലെയാണ് QHLS എടുക്കേണ്ടത്. അതായത് ഒരായത്തെടുത്താൽ ആ ആയത്ത് പാരായണം ചെയ്യാൻ അയാൾ പഠിച്ചിട്ട് വേണം അവിടെ നിന്ന് പോവാൻ. ആ ആയത്ത് അർത്ഥം, ഇനി ഓരോ അർത്ഥം നോക്കിയാൽ യാ യുഹന്നാസ് ജനങ്ങളെ, ഇത്തക്കു നിങ്ങൾ സൂക്ഷിക്കണം, റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ, ഇന്ന സൽസലത സാഅത്തി തീർച്ചയായും അന്ത്യനാളിൻ്റെ പ്രകമ്പനം, ഷൈഉൻ അളീം അതൊരു വലിയ കാര്യമാണ്. അപ്പം ഇതിൽ വന്ന സൽസലത്തിൻ്റെ അർത്ഥം എന്താ? പ്രകമ്പനം. സാഅത്തിൻ്റെ അർത്ഥം എന്താ? അന്ത്യനാള്. ഇത്തക്കൂൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ സൂക്ഷിക്കണം. നാസിൻ്റെ അർത്ഥം എന്താ? ജനങ്ങൾ. റബ്ബക്കും നിങ്ങളുടെ റബ്ബിനെ. ഷൈഉൻ അളീം ആ ഒരു വലിയ സംഭവം അല്ലേ, നമ്മൾ മഹാസംഭവം എന്നൊക്കെ പറയുന്ന പോലെ ആ അന്ത്യനാളിൻ്റെ എന്താ മഹാസംഭവം എന്ന് ഖുർആൻ പറഞ്ഞത്? നമ്മൾ കുറേ മഹാസംഭവങ്ങൾ പറയൂലേ, വലിയൊരു സംഭവം എന്നൊക്കെ പറഞ്ഞ്, അതൊന്നും ഒരു സംഭവമല്ല. ശരിക്കുള്ള മഹാസംഭവം എന്താ? പ്രകമ്പനം, അന്ത്യനാളിൻ്റെ പ്രകമ്പനം. ഇത്രയാണ് ഇന്നത്തെ ആയത്തിൽ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ അന്ത്യനാളിൻ്റെ പ്രകമ്പനം വലിയ ഒരു സംഭവമാണ്, അല്ലെങ്കിൽ മഹാസംഭവമാണ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഗൗരവമുള്ള കാര്യമാണ് അന്ന് നടക്കുക. അപ്പം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ രക്ഷിതാവിനെ നിങ്ങൾ സൂക്ഷിക്കണം. ഇനി ഇതിൻ്റെ തഫ്സീറിലേക്ക് ഞാൻ പോയിട്ടില്ല. തഫ്സീർ വേറെ കിടപ്പുണ്ട്, അതവിടെ നിർത്തുകയാണ് ഞാൻ. തൽക്കാലം തഫ്സീർ പിന്നെ ആക്കാണ്. ഇന്ന് ഞാനൊരു കാര്യം എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഗ്രൂപ്പിൽ ഈ ആയത്ത് ഓതിയിടണം. ഈ ഒരായത്ത് അതുകൊണ്ടാണ് ഞാൻ ഒരായത്ത് ഓടിച്ചു. നിങ്ങൾ 10 ആയത്ത് 3 ആയത്തൊക്കെ ഓതിയിട്ടാൽ എനിക്ക് കേൾക്കാനും അത് നിങ്ങൾക്ക് പഠിക്കാനും ഒന്നും സമയം കിട്ടൂല. നിങ്ങൾ ആ ഒരായത്ത് നിങ്ങൾ ഓതിയിടുമ്പോൾ ആദ്യം നിങ്ങൾ കേൾക്കണം. ഓതിയിട്ടിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? കേട്ട് നോക്കണം. ഓതിയിട്ട് നിങ്ങൾ കേട്ട് നോക്കണം. എന്നിട്ട് ഈ പറഞ്ഞ നിയമം യാ നീട്ടിയോ നൂന് മണിച്ചോ ആവശ്യമില്ലാത്തടുത്ത് നീട്ടിയിട്ടുണ്ടോ എന്ന് കേൾക്കണം. കേട്ടിട്ടുണ്ട് അപ്പോൾ ഡിലീറ്റ് ചെയ്തേക്കാം, എന്നിട്ട് വീണ്ടും ഓതാം. അപ്പോൾ ഒരായത്ത് ക്ലിയർ ആകും. ആ രൂപത്തിൽ നമ്മൾ ഇൻഷാ അല്ലാഹ് ഇപ്പോൾ 78 ആയത്ത് അല്ലേ, സൂറത്തുൽ ഹജ്ജിൽ എത്ര ആയത്തുണ്ട്? 78 ആയത്തുണ്ട്. ഇത് ഏകദേശം ഒരു ക്ലാസ്സിൽ ഒരായത്താണെങ്കിൽ പോലും ആ രൂപത്തിൽ നമ്മൾ പാരായണം ചെയ്താൽ നമ്മുടെ ബാക്കിയുള്ള സൂറത്ത് അതിനനുസരിച്ച് എന്ത് ചെയ്യും? പഠിക്കും. അപ്പം അതുകൊണ്ട് ഇത് ഓതിയിടണം. ആ ഓതിയിടുമ്പോൾ അർത്ഥം നിങ്ങൾ ഇങ്ങനെയാണ് ഓതുന്നതെങ്കിൽ അർത്ഥവും എന്ത് ചെയ്യും? മനസ്സിൽ വരും. കാരണം ഇതിൽ വലിയ പ്രയാസമുള്ള വാക്കുകളൊന്നും വന്നില്ല. എപ്പോഴും ആവർത്തിച്ച് വരുന്നതാണ് യാ യുഹന്നാസ് ഇത്തക്കു അല്ലേ. തക്വ കൊണ്ട് വസിയത്തില്ലാത്തൊരു ഉപദേശമില്ല ഇസ്ലാമിൽ. പിന്നെ ഖുതുബ തുടങ്ങുന്നത്, ക്ലാസ്സുകൾ തുടങ്ങുന്നത്, പ്രസംഗങ്ങൾ ആരംഭിക്കുന്നത് എല്ലാം എന്ത് പറഞ്ഞിട്ടാ? ഇത്തക്കു റബ്ബക്കും എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ അത് നമുക്ക് പരിചയമില്ലാത്തൊരു പദമേ അല്ല. പിന്നെ അന്ത്യനാൾ, ഖുർആനിലെ അന്ത്യനാളിന് പറഞ്ഞ കുറേ പദങ്ങളിൽ ഒരു പദമാണ് സാഅത്ത്. ആ സാഅത്തിനെ കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത് ഷൈഉൻ അളീം. ആ അന്ത്യനാളിൻ്റെ
പ്രകമ്പനം എന്നത് ഓർത്തു വെക്കാൻ നമ്മൾ സൂറത്തു സൽസല അല്ലേ, ഇസാ സുൽസിലത്തിൽ അർളു സിൽസാലഹ, അതിൻ്റെ ഒരു പദമാണ് സൽസല. അപ്പം സൽസല ആ സാ പറയുമ്പോഴും ലായല്ല സായാണ്. സൽസലത സാഅതി ഷൈഉൻ അളീം. പിന്നെ നിങ്ങൾക്ക് ഇന്നത്തെ ഇതിലുള്ളത് ഒരു ഹദീസും ഒരു പ്രാർത്ഥനയും കൂടി പഠിക്കാനുണ്ട്. അതിലൊരു പ്രാർത്ഥന നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥനയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന. ഇത്ര എടുക്കണമെങ്കിൽ നമ്മുടെ സമയം കൂട്ടേണ്ടി വരും അല്ലേ? പോകാൻ സമയമായെന്നല്ലേ നിങ്ങൾ പറയണേ? അല്ല, ഇന്ന് നമ്മൾ 10:15 തുടങ്ങി. 10:15 ഞാൻ ഏകദേശം ആകും. ഇൻഷാ അല്ലാ. അല്ല, ഞാൻ 10 മണിക്ക് എന്താന്ന് പറഞ്ഞാൽ 10 മണിക്കാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് മദ്രസയിൽ നിന്ന്. 10 മണി വരെ മദ്രസയാണ്. ആ 10 മണിക്ക് ഇറങ്ങിയിട്ടാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു 10 മിനിറ്റോ 15 മിനിറ്റോ ഒക്കെ ആയിട്ട് ഇവിടെ എത്തുന്നത്. അപ്പോൾ അതിന് മുമ്പ് ഇറങ്ങാൻ പറ്റണില്ല. എങ്ങനെ നോക്കിയാലും മദ്രസയിൽ നിന്ന് അങ്ങോട്ട് ഇറങ്ങാം ചിലപ്പോൾ